മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യം. ഇത് കേട്ട് ഹേറോദേസും ജെറുസലേം മുഴുവനും അസ്വസ്ഥമായി. യേശുവിൻ്റെ വരുവാനിരിക്കുന്ന ലോകരക്ഷകന്റെ വരവിനെക്കുറിച്ചുള്ള വാർത്തയാണ് അവർ കേട്ടത്. എന്നാൽ ഹേറോദേസിനെ അത് അസ്വസ്ഥനാക്കി. നൂറ്റാണ്ടുകൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന രക്ഷകന്റെ വരവ് എന്തുകൊണ്ടാണ് ഹേറോദേസിനെ അസ്വസ്ഥനാക്കിയത്? ഹേറോദേസിന്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവൻ ഇതുമായ വംശത്തിൽ നിന്ന് യഹൂദ മതത്തിലേക്ക് മാർഗം കൂടിയവനാണ്. എന്നിട്ട് അവൻ യഹൂദരുടെ രാജാവായി പല വിധത്തിലുള്ള ഒത്തുകളികളിലൂടെയും ഗൂഢാലോചനകളിലൂടെയും റോമ സാമ്രാജ്യത്തിന്റെ പ്രീതി പിടിച്ചു പറ്റിക്കൊണ്ടവൻ രാജാവായി. ഈ രാജ്യത്വത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പെടാപ്പേടുപാടുകളായിരുന്നു അവൻ്റേത്. അതിനിടയിലാണ് ഇതാ ഒരു രാജാവിൻ്റെ ജനനം. നമ്മുടെ സ്വന്തം ഇടങ്ങൾ സൃഷ്ടിക്കുന്ന വ്യഗ്രതയിലാണ് നമ്മളെല്ലാവരും. സാമൂഹിക മാധ്യമങ്ങളിൽ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ സ്വന്തം PR വർക്കുകൾ ചെയ്തുകൊണ്ട് സ്വന്തമായിട്ടൊരു ലോകം സൃഷ്ടിച്ചെടുത്ത് നമ്മെ തന്നെ അവതരിപ്പിക്കുവാനുള്ള വ്യഗ്രതയിൽ മുന്നോട്ടു പോകുന്നൊരു സംസ്കാരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ രക്ഷകൻ വന്നു പിറക്കണമെങ്കിൽ നാം നമ്മുടെ ലോകങ്ങളെ തമസ്കരിച്ചുകൊണ്ട് ദൈവം നമുക്കായി തുറന്നിട്ടിരിക്കുന്ന ആ ലോകം, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ പദ്ധതിക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാകണം. എളിമയോടുകൂടെ ബത്ലഹേമിലെ ഗുഹയിലേക്ക് യാതൊരു അജണ്ടകളുമില്ലാതെ കടന്നു വന്നവർക്കാണ് രക്ഷകനെ തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായത്, ഭാഗ്യമുണ്ടായത്. ആട്ടിടയന്മാരെ, ആടുകൾ പോകുന്ന ഇടങ്ങളൊക്കെ തങ്ങളുടെ ജീവിതമായി മാറ്റിയവരെ, അവർക്ക് രക്ഷകനിലേക്ക് അടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. ജ്ഞാനികളായിരുന്നിട്ടും തങ്ങളുടെ ജ്ഞാനത്തേക്കാൾ ദൈവിക ജ്ഞാനത്തെ ഏറെ വിലയുള്ളതായി കണ്ടുകൊണ്ട് സർവസ്വവും മാറ്റിവെച്ച് ഉപേക്ഷിച്ച് അന്വേഷിച്ചിറങ്ങിയ ആ പൗരസ്ത്യദേശത്തു നിന്നുള്ള ജ്ഞാനികൾക്കാണ് രക്ഷകനെ അനുഭവിക്കാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, നമുക്ക് എളിമപ്പെടാം, നമ്മുടേതായ അജണ്ടകളൊക്കെ മാറ്റിവെക്കാം. ദൈവത്തിൻ്റെ അജണ്ടകൾക്ക്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് സ്വയം വിട്ടുകൊടുക്കാം. അതിനുവേണ്ടി ഉപേക്ഷിക്കേണ്ടതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം. നാം നമ്മുടെ സ്വന്തമായി കരുതുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിഘാതമെങ്കിൽ നമുക്ക് അവയെ മാറ്റി നിർത്താം. ഏവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു.